സോ യെസ്, അങ്ങനെ ഞാൻ പുതിയൊരു വീഡിയോ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ കണ്ടന്റ് വേറൊന്നുമല്ല, നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഉണ്ണിമൂന്നൻ നമ്മുടെ ഒരു ഓൺലൈൻ മീഡിയസിൽ നിന്ന് ഫോണ് പിടിച്ച് വാങ്ങിക്കുന്ന ഒരു കണ്ടന്റ് എല്ലാവരും കണ്ടു കാണും. എങ്കിലും ഞാൻ ഇത് കണ്ടന്റ് എടുത്ത് വെച്ചിരുന്നതാണ് ചെയ്യാൻ, പക്ഷേ സമയം കുറച്ച് ഷോർട്ടേജ് ആയിരുന്നു, ഞാൻ വീട്ടിലൊന്നും ഇല്ലായിരുന്നു. സോ അതുകൊണ്ടാണ് ലേറ്റ് ആയത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നിങ്ങൾക്ക് ആ വീഡിയോയിൽ തന്നെ കാണാം എന്തുമാത്രം അടുത്ത് വന്നതെന്നാണ് ആ പുള്ളിക്കാരൻ, ആ ഓൺലൈൻ മീഡിയക്കാരൻ ആ വീഡിയോ എടുക്കുന്നതെന്ന്. ആരായാലും ഇറിറ്റേറ്റ് സ്വാഭാവികം. ഇപ്പം ഈ പറയുന്ന എനിക്കായാലും ഒരുപാട് ക്ലോസ് ആയിട്ട് വന്നാൽ എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അതുപോലെ തന്നെയാണ് ഫോണും പിടിച്ചുകൊണ്ട് അയാൾ ഒന്നാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം പാൻ ഇന്ത്യൻ ലെവലിൽ നിൽക്കുവാണ്. അപ്പോഴാണ് ഗെറ്റ് സെറ്റ് ബേബി, അത് അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ സിനിമ കണ്ടില്ല, എല്ലാവരും പറയുന്ന കേട്ടു ഒരു അത്യാവശ്യം അത്ര ആവറേജ് അല്ല ബിലോ ആവറേജ്, അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ഒപ്പീനിയനാണ് വരുന്നത്. സോ എനിക്ക് തോന്നുന്നു ആ പ്രൊമോഷനോ എന്തോ അതിൻ്റെ കാര്യത്തിന് വന്നപ്പോഴാണെന്ന് തോന്നുന്നു ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായത്. പുള്ളിക്കാരൻ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ചിലപ്പോൾ. ഒന്നാമത് ഉണ്ണിമൂന്നിന് ഈ ഓൺലൈൻ മീഡിയാസിന് വലിയ പിടിയില്ല. അത് പല മറ്റേ നീലക്കുയിലോ ഏതോ ഒരു ചാനലിന്റെ ഒരു വീഡിയോ വൈറലായിരുന്നു. ഞാൻ എന്തായാലും ആ വീഡിയോ ഇവിടെ വയ്ക്കാം. ട്രെയിലറൊക്കെ പൊളിച്ചിട്ട് വർക്കുണ്ട്. കണ്ടില്ലേ, ഈ വീഡിയോയിൽ തന്നെ ഉണ്ണിമൂന്നൻ ചോദിക്കുന്നുണ്ട് നിനക്കൊന്നും വേറെ പണിയില്ലേ എന്ന്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പുള്ളിക്കാരൻ്റെ ആ ഓൺലൈൻ മീഡിയാസിനോടുള്ള ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഇവിടെ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പേഴ്സണൽ സ്പേസ് കൊടുക്കുക ആർക്കായാലും. ഈവൻ സെലിബ്രിറ്റീസ് ആണെങ്കിൽ പോലും അവർ മനുഷ്യരാണ്, അവർക്കും ഉണ്ട് കൺസേണും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്ര അടുത്ത് നിന്ന് വീഡിയോ എടുക്കാതിരിക്കുക മാക്സിമം. ഉണ്ണിമൂന്നൻ ഒരിക്കലും അങ്ങനെ റിയാക്ട് ചെയ്തതിൽ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും അത്ര ക്ലോസ് ആയിട്ടാണ് പോയി എടുത്തത്. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് കയറി വന്ന് എടുക്കുക, അങ്ങനെ എന്തോ പറയുന്നുണ്ട്. ആ ഒരു ദേഷ്യത്തിൽ പുള്ളിക്കാരൻ ഫോണ് പിടിച്ച് വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ ആയതുകൊണ്ട് ഫോണ് പിടിച്ച് വാങ്ങിച്ചതേ ഉള്ളൂ. അങ്ങനെ നോർത്തിലോട്ടാണെങ്കിൽ പറയണ്ടല്ലോ, ഫോണ് പിടിച്ച് വാങ്ങിച്ച് എറിയുകയാണ് ചെയ്യുന്നത്. നമ്മൾ പല വീഡിയോസിലും കണ്ടതാണ് അതൊക്കെ. ഫേസ് ഫെമിലിയർ ആയ എല്ലാവരും ഇപ്പം ഒന്നാമത്തെ കാര്യം ഓൺലൈൻ മീഡിയാസ് ഭയങ്കര ആക്റ്റീവാണ്. ഇപ്പോൾ ഫിലിം ആയാലും എന്തായാലും അവരുടെ പേജസിലൂടെയാണ് കുറേ ന്യൂസൊക്കെ നമ്മൾ അറിയുന്നത് തന്നെ. സോ അവരെയും കുറ്റം പറയാൻ പറ്റില്ല, അവരുടെയും ജോലിയാണ്. പക്ഷേ ഇത്തരം പ്രവർത്തികൾ ആരും സപ്പോർട്ട് ചെയ്യില്ല ബ്രോ. അപ്പം മാക്സിമം എന്താ അവർക്ക് ഒരു സ്പേസ് കൊടുത്ത് അവർക്കും നടക്കാനുള്ള രീതി, അല്ലെങ്കിൽ അവർക്കും പോകാനുള്ള ഒരു വഴിയൊക്കെ ഒരുക്കി നിങ്ങൾ തന്നെ മാക്സിമം അവർക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. എങ്കിൽ ആരും അങ്ങനെ ഇത്ര ഇറിറ്റേറ്റഡ് ആവില്ല. നിങ്ങൾ ഇത്രയും ക്ലോസ് ആയിട്ട് പോയി എടുക്കേണ്ട ഒരു കാര്യമില്ല. അഥവാ അത്രയ്ക്ക് എടുക്കണമെങ്കിൽ തന്നെ ഈ ഫോണിൽ തന്നെ സൂം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, കുറച്ച് ദൂരോട്ടൊന്ന് സൂം ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം സോഷ്യൽ മീഡിയ കണ്ടന്റ്സ് ചെയ്യുന്നവർക്കായാലും ഈ ഒരു സംഭവം മനസ്സിലാക്കും. കാരണം ഫേസ് ഫെമിലിയർ ആയ ഓൺലൈൻ മീഡിയാസ് എവിടെ പോയാലും അവർ കവർ ചെയ്യാൻ വരും. പിന്നെ പല നടന്മാരും അങ്ങോട്ട് വിളിച്ച് ഇവരെ വരുത്തുന്നുമുണ്ട്. ഞാൻ ഇന്ന സ്ഥലത്ത് പോകുന്നുണ്ട്, ഫിലിം പ്രൊമോഷനായിട്ട് പോകുന്നുണ്ട്, നിങ്ങൾ വരണം. അങ്ങനെ ഒരുപാട് രീതിയിൽ ഓൺലൈൻ മീഡിയാസ് അവരെ സഹായിക്കുന്നുമുണ്ട്. പക്ഷെ ഇതൊന്നും എങ്ങനെ നോക്കിയാലും ആരും സപ്പോർട്ട് ചെയ്യില്ല. ഈ ഒരു സംഭവം എന്ന് പറയുന്ന ഫിലിം ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടൊന്നുമല്ല. ഈ ടൊവിനോ തോമസ് ഒരു സമയത്ത് മെക്സിക്കൻ ഭാരത എന്ന സിനിമയിലൂടെയാണ് ഭയങ്കരമായിട്ട് ക്ലിക്കായി കയറി വന്നത്. അതായത് കുറച്ചുകൂടെ ഫേസ് ഫെമിലിയറും ഒരു നടനെന്ന പ്രതീകത്തോടെ കയറി വന്നത് മെക്സിക്കൻ ഭാരത എന്ന സിനിമയിലൂടെയാണ്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ സക്സസ് മീറ്റിനും എന്തോ പോയപ്പം പുള്ളിക്കാരന് ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ വീഡിയോ എന്തായാലും ഞാൻ ഇവിടെ വയ്ക്കാം. കണ്ടില്ലേ, ഈ വീഡിയോയിലായാലും ആരോ ആരാധന മൊത്ത് പുള്ളിക്കാരനെ പിച്ചയാണ് ചെയ്യണത്, പിച്ച് എടുക്കുന്നു. ആർക്കായാലും വേദനിക്കില്ലേ, പുള്ളിക്കാരന് മനുഷ്യനല്ലേ. പുള്ളിക്കാരൻ റിയാക്ട് ചെയ്തു. എന്ത് തരം ആൾക്കാരാണോ അത്, ഒരു ആരാധന മൊത്ത് പിച്ച. ഇതൊക്കെ ചെറിയത് മാത്രമാണ്. എക്സ്ട്രീം ലെവൽ വേറെയും ഉണ്ട്. പക്ഷെ കേരളത്തിൽ കുറവാണ്. തമിഴ്നാട്, നോർത്ത്, ആ സൈഡിലോട്ടൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു വീഡിയോ വന്ന ശേഷം ടൊവിനോ തോമസിന് ഇഷ്ടം പോലെ ട്രോൾസ് ആയിരുന്നു, ഇഷ്ടം പോലെ ആ സമയത്ത്. കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആ സിനിമ ഫസ്റ്റ് ഡേ കാണാൻ പോയതായിരുന്നു. അത് കഴിഞ്ഞായിരുന്നു ഈ ഒരു സംഭവമൊക്കെ, അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുപോലെ അത് കഴിഞ്ഞ് വേറെ എവിടെയോ ഉദ്ഘാടനത്തിന് പോയപ്പോൾ ആരോ അടിച്ചെന്നും പറഞ്ഞ് പരാതി പറഞ്ഞെന്നും പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരുന്നു. സോ ഒരുപാട് ട്രോൾസ് ആയിരുന്നു. ഇപ്പോൾ കാണുന്ന ഒരു മെച്ചൂർഡ് ഫേസ് അല്ലായിരുന്നു പുള്ളിക്കാരൻ ആ സമയത്ത്. ആ സമയം ചെറിയ കാര്യങ്ങൾക്ക് അവർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുമായിരുന്നു. സോ യെസ്, അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് പേഴ്സണൽ സ്പേസ് ആണ്. അതിപ്പോൾ സെലിബ്രിറ്റിക്കായാലും ഒരു കോമൺ മാൻ ആയാലും പേഴ്സണൽ സ്പേസുകൾ കൊടുക്കുക.